നമസ്കാരം. പ്രധാന വാർത്തകൾ. വിജയദശമിയിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. മണക്കാട് വീണ്ടും മണികിലുക്കം. മാധ്യമങ്ങളും നികൃഷ്ടജീവികളും ചേർന്ന് തന്നെ വലിയ നേതാവാക്കിയെന്നും മണി. KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. വാർത്തകൾ വിശദമായി. വിജയദശമിയിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കാനെത്തിയത്. മുൻ അധ്യാപകൻ PK മാധവൻ, P പരമേശ്വരൻ, PS വാസുദേവൻ എന്നിവരാണ് ഇവിടെ കുട്ടികളെ എഴുത്തിനിരുത്തിയത്. ഇക്കൊല്ലവും മന്ത്രി PJ ജോസഫ് കുരുന്നുകളെ എഴുത്തിനിരുത്തി. പുറപ്പുഴയിലെ മന്ത്രിയുടെ കുടുംബ വീട്ടിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടന്നത്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒട്ടനവധി കുരുന്നുകൾ മന്ത്രിയിൽ നിന്ന് ആദ്യാക്ഷരം കുറിക്കാനെത്തിയിരുന്നു. പേര് പറഞ്ഞേ ഓക്കെ. തൊടുപുഴ അന്നപൂർണേശ്വരി നവഗ്രഹ ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാനെത്തി. ക്ഷേത്രം മേൽശാന്തിയും ജ്യോതിഷ പണ്ഡിതനുമായ കൈതപ്രം നാരായണൻ നമ്പൂതിരിയാണ് ആദ്യാക്ഷരം കുറിച്ചു നൽകിയത്.
കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. മേൽശാന്തി PS സത്യനാരായണൻ നമ്പൂതിരിയാണ് കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു നൽകിയത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ നടത്തി. ഒട്ടനവധി കുട്ടികൾ വിദ്യാരംഭത്തിന് രാവിലെ മുതൽ എത്തിച്ചേർന്നു. ക്ഷേത്രം മേൽശാന്തിയും ഗുരുസ്ഥാനീയനും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൊണ്ടിക്കുഴ അമൃത കലശ ശാസ്ത്ര ക്ഷേത്രത്തിൽ വിജയദശമി മഹോത്സവവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു. ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി പത്മഭൂഷണാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന നയിച്ചത്. ഇതോടൊപ്പം വിദ്യാരംഭ ചടങ്ങുകളും നടന്നു. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. വിദ്യാമാശു പ്രയശ്ച മേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞരമണ വിശ്വേശ വിദ്യാമാശു പ്രയശ്ച മേ. ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. സംഗീത സംവിധായകൻ കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ചു. ഇതോടൊപ്പം നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനവും നടന്നു.
കുച്ചപ്പുറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികമായി നിർമ്മിച്ച ക്ഷേത്രത്തിലാണ് പൂജവെപ്പ് നടന്നത്. PTA-യുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നിർമ്മിച്ച ക്ഷേത്രത്തിൽ 150ഓളം കുട്ടികളാണ് പൂജ വെച്ചത്. പഠനോപകരണങ്ങൾ കൂടാതെ പണിയായുധങ്ങളും പൂജയ്ക്ക് സമർപ്പിക്കാറുണ്ടെന്ന് ക്ഷേത്ര പൂജാരിയും പഞ്ചായത്ത് അംഗവുമായ VK കൃഷ്ണൻ പറഞ്ഞു. അത് PTA-യുടെ കമ്മിറ്റിയും രക്ഷകർത്താക്കളും എല്ലാവരും കൂടെ കൂടി വാഴപ്പോള കൊണ്ട് നല്ല രീതിയിൽ അമ്പലം നിർമ്മിച്ച് ദേവിയെ സങ്കല്പിച്ചുകൊണ്ടുള്ള ഒരു പൂജയാണ് ഇവിടെ നടത്തുന്നത്. അതായത് സരസ്വതി പൂജ, സരസ്വതിയെ സംബന്ധിച്ചുള്ള ഒരു പൂജയാണ് ഇവിടെ നടത്തുന്നത്. ആ കുട്ടികൾ പുസ്തകങ്ങളെല്ലാം പൊതിഞ്ഞ് ഭദ്രമായിട്ട് കൊണ്ടുവന്ന് അമ്പലത്തിനകത്ത് വയ്ക്കും. അത് പൂജയെടുപ്പ് വിജയദശമിയുടെ അന്നാണ് പൂജയെടുപ്പ്. അക്ഷരം എഴുത്ത് കഴിഞ്ഞ ശേഷം വിജയദശമിയുടെ അന്ന് പുസ്തകം എടുക്കും. ദുർഗാഷ്ടമിക്ക് പൂജ വയ്ക്കുകയും വിജയദശമിക്ക് പൂജ എടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഞങ്ങളിവിടെ മുടങ്ങാതെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മണക്കാട് വീണ്ടും മണിക്കിലുക്കം. വിവാദ പ്രസംഗം നടത്തി 1 വർഷം പിന്നിട്ടപ്പോൾ MM മണി വീണ്ടും മണക്കാട്ടെ വേദിയിൽ പ്രസംഗിക്കാനെത്തി. ഇക്കുറി പ്രസംഗം വിവാദമായില്ലെങ്കിലും മണി ശൈലിയിൽ മാറ്റം വരുത്തിയില്ല. മാധ്യമങ്ങളും ഭരണ നേതൃത്വവും ചേർന്ന് തന്നെ സംസ്ഥാന നേതാവാക്കിയെന്ന് മണി പറഞ്ഞു. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂരും PT തോമസും നികൃഷ്ട ജീവികൾ തന്നെയെന്ന് MM മണി ആവർത്തിച്ചു. UDF സർക്കാരിനെ കണക്കറ്റ് പരിഹസിച്ച മണിയുടെ പ്രസംഗം 2 മണിക്കൂർ നീണ്ടുനിന്നു. മണക്കാട്, കുന്നത്തുപാറ ലോക്കൽ കമ്മിറ്റികളാണ് സ്വീകരണ യോഗം സംഘടിപ്പിച്ചത്. മണിയുടെ പ്രസംഗം കേൾക്കാൻ ഒരു വലിയ ജനസഞ്ചയം തന്നെ തടിച്ചുകൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വണ്ടിപ്പെരിയാർ വന്ന് പ്രസംഗിച്ചപ്പം മണി 4 കൊലക്കേസിൽ പ്രതിയാണ് എന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. അപ്പൊ പുള്ളിയും അനുചരന്മാരും ഉമ്മൻചാണ്ടിയും PT തോമസും എല്ലാം കൂടെ കൂടി 4 കൊലക്കേസിൽ എന്നെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് അണിയറ നീക്കങ്ങളെല്ലാം നടത്തി അതിന്റെ പ്ലാനും പരിപാടിയെല്ലാം ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ചാനലുകാർക്ക് നന്ദിയുണ്ട്. ആ ചാനലുകാര് പടന്നെ കേട്ടുകൊണ്ട് വിഡിത്തം കാണിച്ച ഉമ്മൻചാണ്ടിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഇവിടെ PT തോമസ് എന്ന് പറയുന്ന ജനപ്രതിനിധി MP അതെ ഇവർ 3നെ ഞാൻ വിളിക്കുന്നത് നികൃഷ്ട ജീവികൾ എന്നാണ്. നികൃഷ്ട ജീവി എന്നാൽ ഇതിനൊപ്പം തന്നെ വിളിച്ചതാ. എനിക്ക് ഇന്നാണ് സ്വീകരണം തന്നപ്പോൾ ഞാൻ പ്രസംഗിച്ച കാര്യം ഇത് പുതിയ കാര്യമൊന്നുമില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഇങ്ങനെ അങ്ങ് തകർത്താ എന്ന് ആരേലും ധരിക്കുന്നെങ്കിൽ ഈ നൂറ്റാണ്ടിലായിപ്പം ഈ വിഡിത്തം ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇല്ലേ, PT തോമസിനെ പോലുള്ള വിഡ്ഢികൾ ഈ യുഗത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പമ്പര വിഡ്ഢികളാണ് ഇവര്. കാരണം എന്താ? 1920 മുതൽ ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതാ. ബ്രിട്ടീഷ് സാമ്രാജ്യകാരികൾ എല്ലാ പണിയും പണിത് നോക്കി, എന്നിട്ടും ഒന്നും നടന്നില്ല. സ്വീകരണ സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും മണക്കാട് നടന്നു. RSS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് റൂട്ട് മാർച്ച് നടത്തി. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സ്കൂളിൽ നിന്നാണ് റൂട്ട് മാർച്ച് ആരംഭിച്ചത്. നഗരം കടന്ന് തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ റൂട്ട് മാർച്ച് സമാപിച്ചു.
ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. തൊടുപുഴ പട്ടയക്കുടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാരെ വെള്ളക്കയത്താണ് ആക്രമിച്ചത്. ബൈക്കിലെത്തിയ 3-അംഗ സംഘം വാഹനം തടഞ്ഞു നിർത്തി കണ്ടക്ടർ അജയ് എംപിയെ ആക്രമിക്കുകയായിരുന്നു. തടയാൻ ശ്രമിച്ച രാജേഷ് ജി നായരെയും ഈ സംഘം ആക്രമിച്ചു. 25-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ് അക്രമം നടത്തിയത് എന്ന് ബസ് ജീവനക്കാർ പറയുന്നു. വെള്ളക്കയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ക്വട്ടേഷൻ സംഘമാകാം ആക്രമണത്തിന് പിന്നിലെന്നും അവർ പറഞ്ഞു. ബൈക്കിൽ പിന്തുടർന്ന് വന്ന 3 പേര് ബസ്സിനിട്ട് ആദ്യം കല്ലോ തടിയോ എന്തോ വെച്ച് ആദ്യം അടിക്കുകയും അത് കഴിഞ്ഞ് അവർ ബസ്സിനെ ഓവർടേക്ക് കയറിപ്പോയിട്ട് ഒരു 200-250 മീറ്റർ അകലെ വെള്ളക്കയം ഒരു ഷാപ്പിന് അടുത്ത് വെച്ച് വണ്ടി നിർത്തിയിട്ട് വീണ്ടും ബസ്സിൻ്റെ കല്ലെറിഞ്ഞു. ഡ്രൈവറിന് എന്താണെന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്രണ്ട് ഡോറിൽ കൂടെ ഇറങ്ങിയപ്പോൾ എന്നെ വലിച്ചടിച്ചു. പിന്നെ ഷോപ്പൊക്കെ കയറി വലിച്ചടിച്ചു. എനിക്കിട്ട് കഴുത്തിന് പിടിച്ച് ഞെക്കി കല്ലുകൊണ്ടിരിക്കുകയായിരുന്നു തലക്കെട്ട്. തൊടുപുഴയിൽ നിന്ന് പട്ടയക്കുടി സർവീസ് പോണ സമയത്ത് വെള്ളക്കയത്ത് വെച്ച് ഒരു ബൈക്ക് അമിത സ്പീഡിൽ വന്ന് ബസ്സിലിട്ട് കല്ല് വെച്ച് എറിഞ്ഞിട്ട് പോവുകയും കുറച്ച് ദൂരം മാറ്റി നിർത്തി വെള്ളക്കയത്ത് ടൗണിൽ വെച്ച് ബസ്സിൻ്റെ മുമ്പിൽ ബൈക്ക് മാർഗതടസ്സം സൃഷ്ടിച്ച് നിർത്തി കല്ല് വെച്ച് എറിയുകയും എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങി നോക്കിയ കണ്ടക്ടറെ കല്ലിന് ഇടിക്കുകയും എൻ്റെ കണ്ണിനിട്ട് അവർ മുഷ്ടി ഉരുട്ടി ഇടിക്കുകയും ചെയ്ത് അങ്ങനെ പരിക്ക് പറ്റി. അസാധാരണ വലിപ്പമുള്ള ചിത്രശലഭം കൗതുകമായി. മണക്കാട് ചെമ്മണ്ടൂർ പത്മനാഭ പിള്ളയുടെ പുരയിടത്തിലാണ് ശലഭത്തെ കണ്ടത്. ചിറക് വിരിക്കുമ്പോൾ 8 ഇഞ്ച് നീളമാണ് ഇതിനുള്ളത്. അറ്റ്ലസ് മോത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഈ ശലഭം അസാധാരണ വർണ്ണഭംഗിയുള്ള ഇനമാണ്. ചിറക് വിരിക്കുമ്പോൾ മൂർഖൻ പാമ്പിന്റെ ഫണത്തോട് സാമ്യമുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിജയദശമിയിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു. മണക്കാട് വീണ്ടും മണികിലുക്കം. മാധ്യമങ്ങളും നികൃഷ്ടജീവികളും ചേർന്ന് തന്നെ വലിയ നേതാവാക്കിയെന്നും മണി. KSRTC ഡ്രൈവർക്കും കണ്ടക്ടർക്കും നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.